അപ്പോൾ ഫസ്റ്റ് തിങ് ബ്രസ്റ്റ് ഫീഡിങ് ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന മദറിന്, ഫസ്റ്റ് ടൈം മദറിന് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. പാല് കെട്ടിക്കിടന്നു കഴിഞ്ഞ് പെട്ടെന്ന് അത് ഇൻഫെക്ഷൻ വരികയും ഭയങ്കര പെയിൻഫുള്ളാണ്. ഡോക്ടറെ കണ്ട് അത് ആൻറ്റിബയോട്ടിക് കഴിച്ച് ഈ പാല് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അത് പഴുപ്പായി അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ആപ്സിസ് ആവണയിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. എല്ലാ ദിവസവും 2 നേരമെങ്കിലും ഈ മോയ്സ്ചറൈസിങ് ക്രീംസ് നിപ്പിളിനെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതേമാതിരി ആ ബ്ലാക്ക് ഏരിയോള എന്ന് പറഞ്ഞ ഫുൾ സംഗതി കൊച്ചിൻ്റെ വായിലേക്ക് പോകണം. ബിക്കോസ് ഈ നിപ്പിൾ മാത്രം വായ വെച്ച് കൊടുക്കുമ്പോഴാണ് നിപ്പിൾ ക്രാക്സ് കൂടുതൽ വരുന്നത്. ഒരു 6 മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സോളിഡ്സ്, നമുക്ക് പഴം, ചോറ്, അങ്ങനത്തെ നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡും കുറച്ചും കൂടി നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് രാത്രി 9 മണിയാകുമ്പോൾ കുട്ടിക്ക് അത് കൊടുത്തു കഴിഞ്ഞ് രാത്രിയുള്ള ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം കഴിഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ്, JMP മെഡിക്കൽ സെൻറ്റർ പിറവത്തിലെ ഗൈനക് വിഭാഗത്തിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റായി വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 28 കൊല്ലമായി എറണാകുളം ജില്ലയിലെ പല പ്രമുഖ ആശുപത്രികളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെ കോമൺ ആണ്. ബേബി ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ ബേബിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡ് ബ്രസ്റ്റ് മിൽക്കാണെന്നും ആ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ കിട്ടേണ്ട കുറേ ഇമ്മ്യൂണിറ്റി, കുറേ ഇമ്മ്യൂണോഗ്ലോബുലിൻസും പ്രതിരോധത്തിനുള്ള പല കാര്യങ്ങളും ഈ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെ കിട്ടുകയും അതിനോടൊപ്പം തന്നെ മദർ ടു ചൈൽഡ് ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് ബ്രസ്റ്റ് ഫീഡിങ്. അപ്പോൾ ഫസ്റ്റ് തിങ് ബ്രസ്റ്റ് ഫീഡിങ് ഒരു ആദ്യമായിട്ടുണ്ടാകുന്ന മദറിന്, ഫസ്റ്റ് ടൈം മദറിന് ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രോസസ്സായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പൊസിഷൻ, ഈ മേത്ത് ഒരു പില്ലോ വെച്ചിട്ട് കൊച്ചിൻ്റെ തല ഈ എൽബോയിൽ വെച്ച് ബാക്കിൽ ഒരു പില്ലോ വെച്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ബ്രസ്റ്റ് ഫീഡ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നടുവേന വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്കൻഡ് തിങ് ഡിമാൻഡ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്. ഡിമാൻഡ് ഫീഡിംഗ് എന്ന് പറയുമ്പോൾ കൊച്ച് കരയുന്നതനുസരിച്ച് കൊച്ചിന് പാല് കൊടുക്കുക, അത്ര മതി. അല്ലാണ്ട് കൊച്ചിനെ കുട്ടി ഉണർത്തി പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. കൊച്ചിന് അറിയാം അതിന് വിശക്കുമ്പോൾ അത് എനിക്ക് കരയും, അപ്പോൾ പാല് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് മെത്തേഡ് ഓഫ് ഫീഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏരിയോള എന്ന് പറഞ്ഞ നിപ്പിൾ മാത്രം പലപ്പോഴും കൊച്ചിൻ്റെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ നിപ്പിൾ ക്രാക്ക് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ നിപ്പിള് നമ്മൾ ക്രാക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് മോയ്സ്ചറൈസിങ് ക്രീംസ് അവൈലബിൾ ആണ്. അത് നന്നായിട്ട് ഈ മോയ്സ്ചറൈസിങ് ക്രീംസ് ചുറ്റും പുരട്ടി ആ സ്കിന്നിനെ നല്ല സപ്പിളാക്കണം. അങ്ങനെ സപ്പിളാക്കുമ്പോൾ ക്രാക്ഡ് നിപ്പിൾ അല്ലെങ്കിൽ നിപ്പിൾ ക്രാക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ഇനി നിപ്പിൾ ക്രാക്ക് ഉണ്ടെങ്കിലും എല്ലാ ദിവസവും 2 നേരമെങ്കിലും ഈ മോയ്സ്ചറൈസിങ് ക്രീംസ് നിപ്പിളിനെ നന്നായിട്ട് മസാജ് ചെയ്യുക. അതേമാതിരി ആ ബ്ലാക്ക് ഏരിയോള എന്ന് പറഞ്ഞ ഫുൾ സംഗതി കൊച്ചിൻ്റെ വായിലേക്ക് പോകണം. ബിക്കോസ് ഈ നിപ്പിൾ മാത്രം വായ വെച്ച് കൊടുക്കുമ്പോഴാണ് നിപ്പിൾ ക്രാക്സ് കൂടുതൽ വരുന്നത്. ഫുൾ ഏരിയോള കൊച്ചിൻ്റെ വായിൽ പോയി കഴിഞ്ഞാൽ നിപ്പിൾ ക്രാക്സ് അഗെയിൻ അവോയ്ഡ് ചെയ്യാം. ഓൾറെഡി നിപ്പിൾ ക്രാക്ക് വന്ന ഒരാളാണെങ്കിൽ നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ബിക്കോസ് ഈ പൊട്ടിയ നിപ്പിളിൽ പിന്നെയും കൊച്ചിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിച്ചാൽ അത് വളരെ പെയിൻഫുള്ളായിരിക്കും. അപ്പോൾ നിപ്പിൾ ഷീൽഡ് യൂസ് ചെയ്താൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അവോയ്ഡ് ചെയ്യാം. ഇനി ഫീഡിങ് മദേഴ്സിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ബ്രസ്റ്റ് എൻഗോജ്മെൻറ്റ് അല്ലെങ്കിൽ പാല് കെട്ടി ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ള ഒരവസ്ഥ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റിൻ്റെ ഉള്ളിൽ ഏകദേശം 15 ഇങ്ങനെ സാക്കുണ്ട്. എന്നിട്ട് ട്യൂബ് വഴി നിപ്പിളിൻ്റെ ഉള്ളിലേക്ക് 15 ഡക്റ്റുകൾ അല്ലെങ്കിൽ നേരിയ ട്യൂബുകൾ ഇങ്ങനെ പല സ്ഥലത്തു നിന്നും വരികയാണ്. അപ്പോൾ ഈ പാലിന് പാടയുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം കൂടി കുറയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പാലിൻ്റെ ആ പാട വന്ന് ഈ ഡക്റ്റ് ട്യൂബ് ബ്ലോക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ പാലിൻ്റെ ഫ്രീ ഫ്ലോ നിൽക്കും. അപ്പോൾ ആ സൈനസിൻ്റെ ഉള്ളിൽ ബ്രസ്റ്റിൻ്റെ ആ സൈനസിൻ്റെ ഉള്ളിൽ പാല് കെട്ടിക്കിടക്കും. പാല് കെട്ടിക്കിടന്നു കഴിഞ്ഞ് പെട്ടെന്ന് അത് ഇൻഫെക്ഷൻ വരികയും ഭയങ്കര പെയിൻഫുള്ളാണ്. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വേഗം തന്നെ ഡോക്ടറെ കണ്ട് അത് ആൻറ്റിബയോട്ടിക് കഴിച്ച് ഈ പാല് ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് അത് പഴുപ്പായി അല്ലെങ്കിൽ ഒരു ബ്രസ്റ്റ് ആപ്സിസ് ആവണയിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. പക്ഷേ
നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് പാല് കെട്ടിക്കിടക്കുന്ന രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും പനി വന്നു തുടങ്ങും, കുളിര് വന്നു തുടങ്ങും. അപ്പോഴേക്കും നമ്മൾ തിരിച്ചറിയണം ഇത് ബ്രസ്റ്റ് ആപ്സിസായി. ഇനി ഇപ്പോൾ അത് കീറിക്കളയൽ മാത്രമേ നിവൃത്തിയുള്ളൂ. അപ്പോൾ അത് വരണേന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ട് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്ത് ഈ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് പാല് എക്സ്പ്രസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി എത്ര നാൾ പാല് കൊടുക്കണം? 6 months വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് എന്നാണ് പറയുന്നത്. അത് പാലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ പല സ്ത്രീകൾക്കും ഇന്ന് ഹൈ സ്ട്രെസ് ജോബൊക്കെ ചെയ്യുന്നവർക്ക് ലാക്ടേഷൻ ഫെയിലിയർ വളരെ കോമൺ ആണ്. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി സങ്കടപ്പെട്ട് കാര്യമൊന്നുമില്ല. ലാക്ടേഷൻ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ഗുളിക കഴിച്ചാലും പാല് വരില്ല. അപ്പോൾ പിന്നെ നാച്ചുറലി ബോട്ടിൽ മിൽക്കിൽ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഫീഡ്സിലേക്ക് മാറുക തന്നെ നിവൃത്തിയുള്ളൂ. നന്നായിട്ട് പാലുണ്ടെങ്കിൽ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 6 months ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ രാത്രി ഫീഡിങ് ഒഴിവാക്കാം. ഇതിന് 2 റീസണാണുള്ളത്. പല്ല് വന്നു തുടങ്ങിയാൽ നമ്മൾ രാത്രി പാല് കൊടുക്കുമ്പോൾ പല്ലിന് ഡാമേജ് വരാനുള്ള, പല്ല് കേട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 6 മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ സോളിഡ്സ്, നമുക്ക് പഴം, ചോറ്, അങ്ങനത്തെ നമ്മൾ കഴിക്കുന്ന എന്ത് ഫുഡും കുറച്ചും കൂടി നന്നായിട്ട് കുക്ക് ചെയ്ത് കൊടുത്ത് രാത്രി 9 മണിയാകുമ്പോൾ കുട്ടിക്ക് അത് കൊടുത്തു കഴിഞ്ഞ് രാത്രിയുള്ള ബ്രസ്റ്റ് ഫീഡിങ് 6 മാസം കഴിഞ്ഞ് ഒഴിവാക്കുന്നതാണ് നല്ലത്. ബിക്കോസ് പല്ല് വന്ന് തുടങ്ങുന്ന അവസ്ഥയിൽ രാത്രി പാല് കുടിച്ചു കഴിഞ്ഞ് പാലിന് മധുരമുള്ളതാണ്. അപ്പോൾ അത് പല്ലിന് കേടുവരാനായിട്ട് സാധ്യത കൂടുതലാണ്. 6 മാസം കഴിഞ്ഞ് എത്ര നാൾ ഫീഡ് ചെയ്യണം എന്നുള്ളത് അമ്മയുടെ തീരുമാനമാണ്. തിരിച്ച് ജോലിക്ക് പോകേണ്ട അമ്മമാരാണെങ്കിൽ അതനുസരിച്ച്. പക്ഷേ ഐഡിയലി ഒരു 1.5 years വരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നത് അമ്മയും കുട്ടിയും തമ്മിലുള്ള ബോണ്ടിങ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു.